ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് എങ്ങനെ ഒരു നെയ്ച്ചോറും അതിലേക്കുള്ള ഒരു കോമ്പിനേഷനായ ബീഫ് കുറുമയും തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാം, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് നെയ്ച്ചോറ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി കുക്കർ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ കപ്പിന് 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരല്പം കുരുമുളക്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരല്പം നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കൈമ റൈസ് അല്ലെങ്കിൽ ജീര റൈസ് എന്നൊക്കെ പറയുന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് വിസിലടിപ്പിക്കുക. 2 വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ റൈസ് നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കതിലേക്കുള്ള വറവ് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് വറവായി തുടങ്ങുന്ന സമയത്ത് നമുക്കതിലേക്ക് കിസ്മിസും കൂടെ ഇട്ട് കൊടുത്ത് രണ്ടും കൂടെ ഒരുമിച്ച് വറുത്തെടുക്കുക. അത് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് അതേ ഓയിലിലേക്ക് ഒരു കഷ്ണം സവാള, അതായത് അരമുറി സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. സവാള ഫ്രൈ ആയതിന് ശേഷം നമുക്കതിലേക്ക് ഒരൽപ്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് വറുത്തെടുക്കണം. നിങ്ങളിങ്ങനെ നെയ്ച്ചോറൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അതിൽ എന്തൊക്കെയാണ് വറവിട്ട് കൊടുക്കുക, അതൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ കാഷ്യൂ നട്ടും കിസ്മിസും അതുപോലെ സവാളയും കറിവേപ്പിലൊക്കെയാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. ഇനി ഞാൻ അതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ അധികം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 മീഡിയം സൈസ് സവാള വറുത്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ബീഫ് കുറുമയിലേക്കുള്ള സവാളയാണ്. അതെല്ലാം വറവായതിന് ശേഷം നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയുള്ള സവാളയും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമ്മൾ കറി വെക്കാനുള്ള കുക്കർ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് 2 കഷ്ണം പട്ട കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കിലോ ബീഫിലേക്കുള്ള മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരൽപ്പം മീറ്റ് മസാല അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്കതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി 50 ഗ്രാം കാഷ്യൂ നട്ട് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സവാള, 1 കപ്പ് തൈര്, ഇതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തൈര് ഞാനെടുത്ത തൈര് പുളി കമ്മി ആയതുകൊണ്ടാണ് കൂടുതലെടുത്തത്. എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. ഈ സമയത്ത് നമ്മൾ കുക്കറിൻ്റെ വിസിലെല്ലാം പോയിട്ട് റൈസൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്കായിട്ട് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്കായിട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരൽപ്പം ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക.
അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മുടെ ബീഫിലേക്ക്, വെന്ത് വന്ന ബീഫിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കുറുമയും നെയ്ച്ചോറും തയ്യാറായിട്ടുണ്ട്.